രഞ്ജിത്തമ്പാടി, ഈ ഇപ്പോൾ നടക്കുന്നത് എന്ത്? ഈ LPTS സമരത്തിന് പിന്നിൽ എന്താണ്? അതിൽ സാറേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 25 കോടിയോളം ജനങ്ങളുണ്ട് UP-യിൽ, ഉത്തർപ്രദേശിൽ. ആ ഉത്തർപ്രദേശിൽ ആകെ ഈ പബ്ലിക് സർവീസ് കമ്മീഷനിൽ 8 അംഗങ്ങളേ ഉള്ളൂ. അവരുടെ ശമ്പളം എത്രയാണെന്നുള്ള വളരെ തുച്ഛമാണ്. 4 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 21 പേരാണ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളായിട്ടുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ ശമ്പളം 2,80,000 എനിക്ക് തോന്നുന്നു ഏകദേശം. പക്ഷേ ഇവിടെ 3.5 ലക്ഷമാണ് കേരളത്തിലെ പബ്ലിക് PSC മെമ്പറുടെ ശമ്പളം. PSC ചെയർമാന് 4 ലക്ഷത്തിന് മുകളിലേക്ക് ശമ്പളമുണ്ട്. അത്തരത്തിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്തിലെ ഉദ്യോഗാർത്ഥികളുടെ കൃത്യമായ അവർക്ക് ജോലി നൽകേണ്ട, അവരുടെ കൃത്യമായ പരീക്ഷകൾ നടത്തി, അവരെ അഭിമുഖം നടത്തി അവർക്ക് ജോലി നൽകേണ്ട ഒരു സ്ഥാപനം ഒരു കറവ പശുവായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ എന്താണ് PSC എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വിശ്വാസ്യതയുടെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു. ഏറ്റവും സുതാര്യമായ സത്യസന്ധമായ ഒരു സംവിധാനമായിരുന്നു PSC. പക്ഷേ എനിക്ക് തോന്നുന്നു 2018 തോന്നുന്നു ആ ശിവരഞ്ജിത്ത്, നസീം അടക്കമുള്ള യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ 2 ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന PSC പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തി എഴുതി. DYFIയുടെ SFIയുടെ നേതാക്കന്മാരാണ്. 1ാം റാങ്കും 28ാം റാങ്കും. ഏത് തസ്തികയിലേക്കാ? പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അല്ലേ? അതോ SI തസ്തികയാണോ? പോലീസ് കോൺസ്റ്റബിൾ തസ്തിക. ഞാൻ രസകരമായി മനസ്സിലാക്കിയത്, ഇവരെല്ലാം ജയിലിലായി കഴിഞ്ഞ ശേഷം ഇവർക്ക് ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇവർക്ക് ഇതേ ചോദ്യപേപ്പർ കൊടുത്തു, എഴുതാൻ കൊടുത്തു. ആ കൊടുത്തു കഴിഞ്ഞപ്പോൾ 2 പേർക്ക് 0 മാർക്കാണ്. ഇത് യാഥാർത്ഥ്യമാണ്. ക്രൈംബ്രാഞ്ച് 2 പേർക്കും ചോദ്യപേപ്പർ കൊടുത്തു. അപ്പോൾ ആദ്യം പറഞ്ഞു ഇങ്ങനെ പഠിച്ചെഴുതി, പിന്നെ പറഞ്ഞു അപ്പുറത്തുള്ള ചോദ്യപേപ്പറൊക്കെ നോക്കി എഴുതി. അപ്പോൾ ക്രൈംബ്രാഞ്ച് ചോദിച്ചു, നിങ്ങളുടെ ഹാളിലിരുന്ന ഒരാൾ പോലും ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല, റാങ്ക് പട്ടിക വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ എഴുതി? ഒടുവിൽ സമ്മതിച്ചു. 0 മാർക്കാണ് ഈ 2 ശിവരഞ്ജിത്ത്, നസീം അടക്കമുള്ള 2 പേർക്കും 0 മാർക്കാണ് പൂജപ്പുരയിലെ ജയിലിൽ വച്ച് ഈ ക്രൈംബ്രാഞ്ച് സംഘം കൊടുത്ത ചോദ്യപേപ്പറിലുണ്ടായി. അപ്പോൾ ഇത് സാർ ഇന്നും ഇന്നലെയും അല്ല, ഇത് കഴിഞ്ഞ് എത്രയോ കാലങ്ങളായി നടക്കുന്നൊരു കാര്യമാണ് ഈ PSCയിലെ തട്ടിപ്പ് നടന്നത്. വിശ്വാസ്യത ഉണ്ട് എന്ന് നമ്മൾ സ്വയം അഹങ്കരിച്ചിരുന്ന ഒരു സ്ഥാപനം ഏറ്റവും വലിയ തട്ടിപ്പിൻ്റെ ഭാഗമായി മാറി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കുക സാറേ, ഇപ്പോൾ നടക്കുന്ന LPST ടീച്ചർ ഇതിൽ എന്താണ് അവർ പറയുന്ന കാര്യം? അതായത് എയ്ഡഡ് സ്കൂളിലെ നിയമനങ്ങൾ 1:1, അതായത് ഒരെണ്ണം എയ്ഡഡ് സ്കൂളിലെ മാനേജ്മെന്റ് കൊടുക്കുമ്പോൾ 1 തസ്തിക നിങ്ങൾ സർക്കാരിലേക്ക് കൊടുക്കുക. അതിനൊരു പറഞ്ഞ 10 തസ്തിക ഉണ്ടെങ്കിൽ നിങ്ങൾ 5 എണ്ണത്തിന് കോഴ വാങ്ങിച്ച് നിയമനം നടത്തിക്കോ, എന്നാലും കുഴപ്പമില്ല, 5 പേരെ യോഗ്യതയിൽ ഗവൺമെന്റിലേക്ക് കൊടുക്കുക. ഇപ്പൊ നടക്കുന്ന എന്താണ്? 45 ലക്ഷം രൂപയാണ് ഒരു എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ അധ്യാപകന് വാങ്ങിക്കുന്ന കോഴ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കുട്ടികളുടെ കുറവുണ്ടാവും, അപ്പോൾ ഡിവിഷൻ ഫോൾ ഉണ്ടാവും. ഡിവിഷൻ ഫോൾ പണ്ടുണ്ടായി കഴിഞ്ഞാൽ ഡിവിഷൻ ഫോളിൽ ആ അധ്യാപകൻ്റെ ജോലി പോകും. ഇപ്പോൾ അതിന് പകരമായി ചെയ്യുന്നത് ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ സർക്കാർ സ്കൂളിലേക്ക് പുനർവിന്യസിക്കുകയാണ്. അത്തരത്തിൽ പുനർവിന്യസിച്ച് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തെ പ്രമുഖമായ 1-2 നെല്ലിമൂട് സ്കൂൾ അടക്കമുള്ള സ്കൂളുകളിൽ നിന്ന് അധ്യാപകരെ സർക്കാരിലേക്ക് പുനർവിന്യസിച്ചു. ഇതെങ്ങനെ പറ്റും എന്നാണ് അവർ ചോദിക്കുന്നത്. സർക്കാരിലെ ഡെപ്യൂട്ടേഷൻ പോലെയാണ് ഇത്. കോഴ വാങ്ങിച്ച് മാനേജ്മെന്റ് നിയമിച്ച അധ്യാപക അവിടെ ഡിവിഷൻ ഫോൾ വന്നപ്പോൾ അത് സർക്കാർ ഏറ്റെടുക്കുകയാണ്. ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക, പുനർവിന്യസിക്കുക, സർക്കാർ സ്കൂളിലേക്ക് പുനർവിന്യസിക്കുക. ഈ കോഴയും കൊടുക്കുമോ സർക്കാരിലേക്ക്? 1% കൊടുക്കുമായിരിക്കാം. പക്ഷേ അതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇത്രയും കാലം പഠിച്ച് നെറ്റ് എഴുതി പാസ്സായി എല്ലാം ചെയ്ത ആളുകൾ, സാറ് നേരത്തെ പറഞ്ഞതുപോലെ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണ് വരി. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ആ വീഡിയോ കണ്ട് എനിക്ക് ഭയങ്കരമായ വിഷമം വന്നു. കാര്യം മണ്ണ് പച്ചയ്ക്ക് വരി തിന്നുകയാണ് പെൺകുട്ടികൾ. നമ്മുടെ സഹോദരിമാരായിട്ടുള്ള ആളുകൾ മണ്ണ് വരി തിന്നുകയാണ്. വെറുതെ പ്രഹസനം കാണിക്കുന്നില്ല, മണ്ണ് ചവച്ചരച്ച് കഴിക്കുകയാണ്, വേറെ നിവൃത്തിയില്ല. ഇത് കണ്ടിട്ടാണ് ഇവിടെ ഉള്ള നമ്മുടെ പ്രതിപക്ഷത്തിലെ നേതാക്കന്മാർ ഡൽഹി പോയി ജന്തർ മന്ദറിൽ പോയി സമരം നടത്തിയത്. ഇവിടെ തിരിഞ്ഞു നോക്കാത്തവന്മാരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം. തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ. ഈ പറയുന്ന മന്ത്രി പറഞ്ഞ 6 തവണ ഞാൻ ചർച്ചയ്ക്ക് വിളിച്ചു വന്നത്, 1 തവണ പോലും അവരോട് ചർച്ച നടത്തിയിട്ടില്ല. അവർ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ പോയ ഉദ്യോഗാർത്ഥികളെ ഇരിക്കാൻ പോലും പറയാതെ അധിക്ഷേപിച്ച ആളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി.
സാറ് മനസ്സിലാക്കണം, ഇവരാരും ഭിക്ഷ ചോദിച്ചു പോയതല്ല, അവർക്ക് അർഹതപ്പെട്ട ഒരു അവസരം ചോദിച്ചു പോയതാണ്, അവർക്ക് അർഹതപ്പെട്ട ഒരു തസ്തിക ചോദിച്ചു പോയതാണ്. ഇവിടെ ജന്തർ മന്ദറിൽ പോയിട്ട് രാജ്യത്തിന് വിരുദ്ധമായി രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ പോകുന്ന ആളുകൾക്ക് പിന്തുണ കൊടുത്ത ഇടതുപക്ഷത്തിന്റെയും DYFIയുടെയും SFIയുടെയും ഒരുത്തൻ പോയില്ലല്ലോ സെക്രട്ടറിയുടെ മുന്നിലേക്ക്. അവിടെ പട നയിച്ചു, സമരം ഉജ്ജ്വലമാക്കി എന്ന് അവകാശപ്പെട്ട് സ്വയം കാർഡ് നിർമ്മിച്ച് അതും AI നിർമ്മിച്ച് അപഹാസ്യരായി ഒരു MP-യും ഒരു യുവം ഇന്ന് ഇപ്പോഴും അവകാശപ്പെടുന്ന ഒരു MP-യും ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല.